മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ ഒരു തടാകത്തിൽ പതിയിരുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച അതിഭീകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു നിയോസ് തടാക ദുരന്തം. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു തടാകം കവർന്നത് 1700ഓളം മനുഷ്യജീവനുകളായിരുന്നു. ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് നിയോസ് തടാകം വിതച്ച ദുരന്തം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഒരു വലിയ ഗർത്തത്തിലാണ് നിയോസ് തടാകത്തിന്റെ സ്ഥാനം. ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപാണ് ഈ തടാകം രൂപം കൊണ്ടത്. തടാകത്തിലെ ഫലഭൂയിഷ്ടമായ അഗ്നിപർവ്വത മണ്ണ് കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു. തടാകത്തിന് സമീപത്തായുള്ള ഗ്രാമവാസികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ഈ തടാകം. ഗ്രാമീണർ ഈ തടാകത്തെ പലപ്പോഴും തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായാണ് കണ്ടിരുന്നത്. എന്നാൽ തടാകത്തിന്റെ അടിത്തട്ടിൽ പതിയിരുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. 1986 ഓഗസ്റ്റ് 21, സമയം രാത്രി 9 മണി കഴിഞ്ഞു കാണും. അസാധാരണമായ രീതിയിൽ തടാകത്തിൽ നിന്നും ചില പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ ചിലർ കേട്ടിരുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുന്നേ തന്നെ ഒരു വലിയ മേഘപാളി തടാകത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി. വിഷലിപ്തമായ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമായിരുന്നു ഒരു വലിയ കാർമേഘം എന്ന പോലെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയത്. 100 മീറ്ററിലധികം ഉയരത്തിൽ വളർന്ന ഈ മേഘപാളി കരയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. 1 ലക്ഷം മുതൽ 3 ലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് അന്തരീക്ഷത്തിൽ വ്യാപിച്ചത്. തടാകത്തിനു ചുറ്റും 25 കിലോമീറ്ററോളമാണ് കാർബൺ ഡൈ ഓക്സൈഡ് വ്യാപിച്ചത്. തങ്ങൾക്കു ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ആയിരങ്ങൾ പിടഞ്ഞു മരിച്ചു. ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയ ചിലർ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടാൻ ശ്രമിച്ചു. എന്നാൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങിയവർ പിടഞ്ഞു വീണ് മരിച്ചു. 1746 മനുഷ്യർ കൊല്ലപ്പെട്ടു. 3200ഓളം കന്നുകാലികൾ ചത്തൊടുങ്ങി. തടാകത്തിന് സമീപത്തായി ഉണ്ടായിരുന്ന ജനവാസ മേഖലയിലെ ഒട്ടുമിക്ക മനുഷ്യരും കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. കിലോമീറ്ററോളം ചേതനയേറ്റ ആയിരങ്ങളുടെ ശവശരീരങ്ങൾ. ബോധരഹിതരായി കുഴഞ്ഞു വീണവരിൽ ഏതാനും ചില മനുഷ്യർക്ക് മാത്രമാണ് ജീവൻ തിരികെ കിട്ടിയത്. എന്നാൽ ഉറ്റവരും ഒടിയവരും എല്ലാം അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. മനുഷ്യരും മൃഗങ്ങളും മാത്രമായിരുന്നില്ല, ചെറുപ്രാണികൾ വരെ ചത്തുവീണിരുന്നു. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ദുരന്തത്തിന്റെ വാർത്ത പുറത്തു വന്നതും അവിടേക്ക് നിരവധി ഗവേഷകർ എത്തി. ആദ്യമൊന്നും ഇത്രയും അധികം മനുഷ്യർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. അധികം വൈകാതെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചതുകൊണ്ടാണ് ഇത്രയും അധികം മനുഷ്യർ കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലായി. ഇതേ തുടർന്ന് ഗവേഷകർ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിയോസ് തടാകത്തിൽ നിന്നും പുറത്തു വന്ന പുകയിൽ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരുന്നതായി കണ്ടെത്തി. നിയോസ് തടാകത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിനാശകരമായ പുറന്തള്ളൽ ഒരു ലിംനിക് ഫോം എന്ന പ്രക്രിയ നടന്നതാണ് ദുരന്ത കാരണമായി കണ്ടെത്തിയത്. ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ കാലാവസ്ഥയിലെ വ്യതിയാനം ആയിരിക്കാം ഈ ദുരന്തത്തിന് കാരണമായി പ്രാഥമിക ഘടകം എന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. ഇന്ന് ഈ തടാകം തീർത്തും നിശബ്ദമാണ്. നിലവിൽ തടാകത്തിനു ചുറ്റും നിരവധി മുൻകരുതലുകൾ കാമറൺ സർക്കാർ എടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയ ജനങ്ങൾക്ക് നൽകാനുള്ള മുന്നറിയിപ്പുകൾ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തടാകം ഒരു കാലത്ത് ആകാശത്ത് നിന്ന് നോക്കിയാൽ ഇന്ദ്രനീലക്കല്ല് പോലെ തിളങ്ങിയിരുന്നു. എന്നാൽ 1986 ദുരന്തത്തിനു ശേഷം ഈ തടാകം തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്.